വരുന്നതേ ഉള്ളൂ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്നെ അഖിലയും ശരണിയൊക്കെ വന്നിച്ചിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ കല്യാണ സാരിയും ബ്ലൗസും തന്നെയാട്ടോ. ബാക്കി പ്ലാനിങ് ഒക്കെ കാണിക്കാം. ഇന്നലെ രാത്രി നമ്മൾ ഡെക്കറേഷൻ ചെയ്തത് കുറച്ച് പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഡെക്കോർ ചെയ്യണം. പിന്നെ പയ്യൊക്കെ ബട്ടർ ചിക്കൻ ആക്കുന്നുണ്ട്. ബട്ടർ ചിക്കനും നെയ്ച്ചോറും ഇന്നത്തെ ഫുഡ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ രാത്രിയിൽ ചെറിയ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. പിറ്റേ ദിവസം ഒരു 10 മണി ആയപ്പോഴത്തേക്കും പതിയെ ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് വന്നേ. ഇന്ത്യൻ സ്റ്റോറിൽ സ്വീറ്റ്സ് ഒക്കെ കിട്ടുമെങ്കിലും ചിലപ്പോൾ എല്ലാ സ്വീറ്റ്സും അവൈലബിൾ ആയിരിക്കാത്തതുകൊണ്ട് ശരണ്യ ലഡു ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ പതിയെ ശരണ്യയും പിങ്കിയും അഖിലയും ചേർത്ത് എന്നെ സാരി ഉടുപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തേ. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വളകാപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പ്ലാനാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം ബേബി ഷവർ മാത്രം നടത്താനായിരുന്നു കേട്ടോ എനിക്ക് പ്ലാന്. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും വളകാപ്പും സീമന്തവും ഒക്കെ നല്ല ഭംഗിയിൽ നടത്തുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ വളകാപ്പ് കൂടി നടത്താമെന്ന്. പിങ്കിയുടെ വളകാപ്പാണ് ഞാൻ ആദ്യമായിട്ട് കൂടിയ ഒരു വളകാപ്പ് പരിപാടി. നല്ല രസമല്ലേ, കല്യാണ പെണ്ണിനെ പോലെ തന്നെ ഒരുങ്ങി ബേബി ബമ്പൊക്കെ വെച്ച് എല്ലാവരും നമ്മുടെ മദർഹുഡിൻ്റെ ജേണിയിൽ ഇങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നത്. 2 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബേബി ബമ്പ് നമ്മുടെ ഓർമ്മയിലുള്ള ഒന്നാകുമല്ലോ. അപ്പോൾ ഉള്ള ഈ ടൈം എൻജോയ് ചെയ്യുക അല്ലേ. അങ്ങനെ ഞാനും നവിയും എല്ലാവരും റെഡിയായി. ഡെക്കറേഷൻസും സ്വീറ്റ്സും വളയും ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തേ. വള ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അവരുടെ ഒറ്റ വള പോലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് ഞങ്ങളുടെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ആണ്. അത് ഞാൻ വോയിസ് ഓവർ ചെയ്ത് കൊളാക്കുന്നില്ല, അങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ. വളയുണ്ടാവും, കയ്യുണ്ടോ? വയ്യടാ ഞാൻ ശരണെ കുറച്ച് അടിച്ചിട്ട് തിരിച്ചു ശരണ അങ്ങനെ മഞ്ഞൾ തേക്കലും വളയിടലും സ്വീറ്റ്സ് തരലും ഒക്കെ ആയിട്ട് എൻ്റെ വളകാപ്പ് കൂടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് ആഘോഷിച്ചേ. പിന്നെ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തേ. അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പയ്യും ജിതിനും ഉണ്ടാക്കിയിട്ടുണ്ടായ നെയ്ച്ചോറും ബട്ടർ ചിക്കനും എല്ലാവരും കൂടെ കഴിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോയിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ചാവോ ചാവോ.